എന്റെ കല്യാണമാണ്. ആദ്യം കല്യാണം വിളിക്കുന്നതും അച്ഛന് തന്നെയാ. എല്ലാരും വരണം. വന്ന് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരണം. അങ്കിളിനറിയാം, ഞങ്ങളുടെ കസിന് ഡേവിസ് തന്നെയാണ് വരാൻ. എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ അവൻ ഡേസി വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് ഭാവിയിൽ ഇതുമൂലൊരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. നീയാണ് മോളെ ശരി. നീ ഇപ്പൊ കാണിക്കുന്നത് തന്നെയാ സ്നേഹം നിഷേധിച്ചവന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി. എന്റെ മകൻ, അവനെ ഞാനും എന്റെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അത് എത്രത്തോളം എനിക്ക് സാധിക്കുമെന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ എന്റെ മാക്സിമം ശ്രമിക്കും. കാരണം ഒരു മകനും ഒരു അച്ഛനോട് കാണിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ ക്രൂരതയാ അവൻ എന്നോട് കാണിച്ചിരിക്കുന്നത്. അവൻ അവന്റെ സ്വന്തം അച്ഛനായി എന്നെ പോലും കൊല്ലാൻ നോക്കിയവനാ. പിന്നെ അവൻ മറ്റുള്ളവരെ വെറുതെ വിടും. മോള് സൂക്ഷിക്കണം. അച്ഛനെ കൊല്ലാൻ നോക്കിയ മകന് കാമുകിയെ ഇല്ലാതാക്കണമെന്ന് തോന്നാൻ വലിയ ആലോചനയുടെ ആവശ്യമൊന്നും വേണ്ടിവരില്ല. അതുകൊണ്ട് കരുതിയിരിക്കുക. ഒരായുധം നിനക്ക് വേണ്ടിയും അവൻ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പിൽ തന്നെ ജീവിക്കുക. ബാക്കിയൊക്കെ വരുന്നത് പോലെ വരട്ടെ. ഞാൻ ശ്രദ്ധിച്ചോളാം അച്ഛാ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നു. എല്ലാവരും കല്യാണത്തിന് വരണം. മോളെ, ഞങ്ങൾ ഒരുപാട് നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തിയുണ്ടായ മകനാണ് ശിവൻ. അതുകൊണ്ട് അവൻ എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങൾക്ക് ശപിക്കാൻ പറ്റില്ല. അച്ഛനെ കൊല്ലാൻ വന്ന മകനോട് അച്ഛന് ക്ഷമിക്കാം, പക്ഷെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറയരുത്. കാരണം പക